ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കൊക്കോ ലെമൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കുഞ്ഞുമക്കൾക്ക് എപ്പോൾ മുതലാണ് പല്ല് വരുന്നതെന്നും ടീത്തിങ് ടൈം ലൈനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരാറാകുമ്പോൾ അവർ കാണിക്കുന്ന സൈൻസും പല്ല് വരുമ്പോഴുണ്ടാകുന്ന വേദന എങ്ങനെ കുറയ്ക്കാമെന്നും നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നന്ദന. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതലാണ് പല്ല് വരുന്നതെന്ന് നോക്കാം. സാധാരണയായി കുഞ്ഞുങ്ങൾക്ക് 6 മാസം മുതൽ പല്ല് വരുന്നതാണ്. ചില കുഞ്ഞുങ്ങൾക്ക് നേരത്തെയും വന്നേക്കാം, ഏകദേശം ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ. ചില കുഞ്ഞുങ്ങൾക്ക് ഇത് താമസിച്ചും വന്നേക്കാം, ഏകദേശം ഒരു 12 മാസം ആകുമ്പോൾ. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി പല്ല് വരുന്നത് താഴത്തെ നിരയിലായിരിക്കും. താഴത്തെ നിരയിൽ നടുക്കത്തെ പല്ലായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ആദ്യം വരുന്നത്. പിന്നീട് മുകളിലത്തെ നിലയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും പല്ല് വരുന്നത്. ഇനി കുഞ്ഞുങ്ങളുടെ ടീത്തിങ് ടൈം ലൈൻ എപ്പോഴൊക്കെയാണെന്ന് നോക്കാം. 6 മാസം മുതൽ 12 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബോട്ടം ഫ്രണ്ട് ടീത്ത് വരുന്നതായിരിക്കും. അതായത് താഴത്തെ ഫ്രണ്ടിലത്തെ ടീത്ത് വരുന്നതായിരിക്കും. ഇനി 8 മാസം മുതൽ 12 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ടോപ്പ് ഫ്രണ്ട് ടീത്ത് വരുന്നതായിരിക്കും. അതായത് ആദ്യം വന്ന ടീത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് മുകളിലായിട്ട് പല്ല് 2 വരുന്നതായിരിക്കും. ഇനി 12 മുതൽ 16 മാസമാകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബോട്ടം മോളാഴ്സ് വരുന്നതായിരിക്കും. 16 മുതൽ 20 മാസമായ കുഞ്ഞുങ്ങൾക്ക് ടോപ്പ് മോളാറും വരുന്നതായിരിക്കും. 2 മുതൽ 3 വയസ്സാവാൻ നേരത്ത് കനൈൻസും അതുപോലെ തന്നെ സെക്കൻഡ് മോളാർസും വരുന്നതായിരിക്കും. ഇനി കുഞ്ഞുങ്ങൾക്ക് പല്ല് വരാൻ പോകുമ്പോൾ അവർ കാണിക്കുന്ന സൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡ്രൂളിംഗ് ആണ്. അതായത് സലൈവയുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ, അതായത് ഉമിനീരിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ ഡ്രൂളിംഗ് ഉണ്ടാവുന്നു. ഡ്രൂളിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഈള വരിക എന്നൊക്കെ ചിലർ ഈള, നോള, അതുപോലെ തന്നെ തുപ്പലൊക്കെ ഇങ്ങനെ വരില്ല, ഇങ്ങനെ ഒരു ഈള പോലെ, അതിനെയാണ് ഡ്രൂളിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ചൂയിങ് ഓൺ ഒബ്ജക്ട്സ് ആണ്. അതായത് കുഞ്ഞുങ്ങളുടെ പല്ല് വരാനായതുകൊണ്ട് തന്നെ അവർക്ക് വായിലൊരു പ്രഷർ ഫീൽ ചെയ്യും. ഈ പ്രഷർ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചവയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. മൂന്നാമത്തേത് ഇറിറ്റബിലിറ്റി ആണ്. പല്ല് വരാൻ പോകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡിസ്കംഫർട്ടും അതുപോലെ തന്നെ ഒരു ഫുസിനെസ്സും ഫീൽ ചെയ്യുന്നതായിരിക്കും. നാലാമത്തേത് സ്വെല്ലിംഗ് ആൻഡ് റെഡ്നെസ് ഇൻ ദ ഗം. അതായത് കുഞ്ഞുങ്ങളുടെ ഗംസിൽ, മോണയിൽ സ്വെല്ലിംഗ് ആയിട്ട് വീർത്തിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ചുമന്നിരിക്കുന്നതായിട്ടോ നിങ്ങൾക്ക് ഫീൽ ആവുന്നതാണ്. അഞ്ചാമത്തേത് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ സമയം ചില കുട്ടികൾക്ക് വിശപ്പുണ്ടാവത്തില്ല, അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്ന വേദന ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാൻ മടി കാണിക്കുന്നതായിരിക്കും. ഇനി ടിപ്സ് ഫോർ സൂത്തിങ് ടീത്തിങ് പെയിൻ. അതായത് കുഞ്ഞുങ്ങളുടെ ടീത്തിങ് പെയിൻ മാറാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഒന്നാമത്തേത് ഓഫർ ടീത്തിങ് ടോയ്സ് ഓർ ഒബ്ജക്ട്സ് ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുമുള്ള ഒരു ടീത്തിങ് ടോയ് വാങ്ങി കൊടുക്കാവുന്നതാണ്. ടീത്തിങ് ടോയ് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അതിങ്ങനെ കുഞ്ഞുങ്ങൾ കടിക്കാൻ നേരത്ത് കുഞ്ഞുങ്ങളുടെ വായിൽ പല്ല് വരാനുള്ള വേദന വരുമ്പോൾ അത് മാറുന്നതായിരിക്കും. രണ്ടാമത്തേത് യൂസ് എ കോൾഡ് കംപ്രസ് ഓർ വെറ്റ് വാഷ് ക്ലോത്ത് ആണ്. അതായത് കോൾഡായിട്ടുള്ള ടെമ്പറേച്ചർ കുഞ്ഞുങ്ങളുടെ ഗംസിലെ പെയിൻ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. അടുത്തത് മസാജ് യുവർ ബേബി ഗംസ്. അതായത് നിങ്ങളുടെ വിരലുകൾ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ ഗംസ് പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് പെയിൻ റിലീഫ് വരുന്നതായിരിക്കും. അടുത്തത് ട്രൈ ടോപ്പിക്കൽ അനസ്തെറ്റിക്സ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പെയിൻ കൂടുതലാണ്, കരച്ചിലാണ്, കുട്ടിയൊന്നും തന്നെ കഴിക്കുന്നില്ല, ക്ഷീണമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പീഡിയാട്രീഷനെ കണ്ട് അവരിൽ നിന്ന് ഒരു അനസ്തെറ്റിക്സ് പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കാവുന്നതാണ്. ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ടൈം ലൈനിനുള്ളിൽ കുഞ്ഞ് എന്തായാലും പല്ല് വാങ്ങിക്കുന്നതായിരിക്കും. മറ്റൊരു കുട്ടി പല്ല് വാങ്ങിയില്ലല്ലോ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ സെയിം പ്രായത്തിലുള്ള കുട്ടി പല്ല് വാങ്ങി എൻ്റെ കുട്ടി വാങ്ങിയില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്തായാലും കുഞ്ഞ് ഈ ടൈം ലൈനിനുള്ളിൽ പല്ല് വരുന്നതായിരിക്കും. നിങ്ങളുടെ കുഞ്ഞിന് എപ്പോഴാണ് പല്ല് വന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.